അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരന്മാരെ, ഫൈസൽ മുസ്ലിയാരാണ്. ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്തല്ല ഇരിക്കുന്നത്. പലരും പല ഭാഗത്തു നിന്നാണ് ഇൻഷാ അല്ലാഹ് ഇതിൽ സംസാരിക്കുക. ബഹുമാന്യനായ സുഹൈൽ സലഫിയുണ്ട്, അതേപോലെ മൂസ സലാഹിയുണ്ട്, അബ്ദുൽ മാലിക് സലഫി. ഇൻഷാ അല്ലാഹ് അദ്ദേഹം അധികം വൈകാതെ അദ്ദേഹം കയറും. ഫദുൽ ഹക്ക് ഉമരി എത്തുകയില്ല, അദ്ദേഹത്തിന് വീട്ടിലങ്ങനെ ഇതിന് കയറാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇതിലുണ്ടാവില്ല. CP സലീം ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഒരു പ്രഭാഷണത്തിലാണ്, അത് കഴിഞ്ഞാൽ അദ്ദേഹവും റൂമിൽ വരും. പിന്നെ ഇൻഷാ അല്ലാഹ് സ്വാഭാവികമായിട്ടും മറ്റു പലരും ഉണ്ട്. ഏകദേശം എല്ലാവരും നമ്മൾ അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് എല്ലാമുള്ള മലയാളി സലഫി പ്രവർത്തകന്മാർക്ക് ഏറെ സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകുന്ന ദഅ്വാ രംഗത്ത് ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ഒരു വലിയ പ്രതീക്ഷയാകും ആയി മാറുമെന്ന് നമ്മളൊക്കെ കണക്ക് കൂട്ടുന്ന പത്തപ്പിരിയം സംവാദവുമായി ബന്ധപ്പെട്ട ഒരു അവലോകന ചർച്ചയിലാണ് അൽഹംദുലില്ലാഹ് നാം ഉള്ളത്. ഏകദേശം 8 മാസക്കാലം നീണ്ട വെല്ലുവിളികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചർച്ചയ്ക്കുള്ള എഴുത്തുകുത്തുകളും എല്ലാത്തിനെയും സമാപനമായിക്കൊണ്ടാണ് കഴിഞ്ഞ 25-ാം തീയതി പത്തപ്പിരിയത്ത് സംവാദത്തിന് ഒരു വേദി ഒരുങ്ങിയത്. 2013 മാർച്ചിൽ കോഴിച്ചങ്ങ സംവാദത്തോടു കൂടിയാണല്ലോ ഈ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് മുജാഹിദ് കേരളം എത്തിപ്പെട്ടത്. കോഴിച്ച സംവാദത്തിലെ ക്ഷീണം തീർക്കാനുള്ള മാർഗമെന്നോണമാണ് അവർ ഖുർആൻ ദുർവ്യാഖ്യാന ആരോപണവുമായി രംഗത്ത് വന്നത്. ആ ഒരു സമയത്താണ് ദുർവ്യാഖ്യാനിച്ചുവെന്നാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ മാത്രം ഒരു സംവാദമാകാമെന്നും അതിന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി തന്നെ വരണമെന്നും ഉള്ള ആവശ്യവുമായി ഏപ്രിൽ 7-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നാം ഒരു സംവാദ സന്നദ്ധത അറിയിച്ചത്. അത് ഏറ്റെടുക്കുന്നുവെന്ന് പുറത്തേക്ക് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോകാനുള്ള പഴുത് വെച്ചുകൊണ്ടായിരുന്നുവല്ലോ ഏപ്രിൽ 28-ന് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ സംസാരിച്ചത്. നമ്മളൊക്കെ കേട്ടവരാണ്. ഹുസൈൻ സലഫിയും PN-ഉം സക്കരിയ സ്വലാഹിയും
എല്ലാവരും ഉണ്ടാകണമെന്നും അവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന ആളോ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമർത്ഥമായ ഒരു ഒഴിഞ്ഞു മാറ്റമായിരുന്നു കോഴിക്കോട് കളപ്പുറത്ത് നമ്മൾ കേട്ടത്. ക്ലിപ്പ് എല്ലാവരും കേട്ടതാണ്. അത് ഇവിടെ പ്ലേ ചെയ്യിക്കണം എന്ന് ഉണ്ടെങ്കിൽ അബു ഇസാനോ ആരെങ്കിലുമൊക്കെ ലൈവിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് അടിച്ചാൽ നമുക്കത് പ്ലേ ചെയ്യിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, വേണ്ട. അതിനുശേഷം പല സ്ഥലങ്ങളിലായി നമ്മളത് ആവർത്തിച്ചു. ആ ഇടയ്ക്ക് തന്നെയാണ് പെരിന്തൽമണ്ണയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലും അദ്ദേഹം ആ വെല്ലുവിളി ആവർത്തിച്ചത്. ഖുർത്തുബിയുടെ പേരിൽ കളവ് പറഞ്ഞുവെന്നും ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവ് പറഞ്ഞു എന്നും ആക്രോശിക്കുകയും ഖുർത്തുബിയുമായി വാ, എന്റെ മുമ്പിൽ വാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർത്തട്ടഹസിച്ചുകൊണ്ടുള്ള വെല്ലുവിളി അദ്ദേഹം ഉയർത്തുകയും ചെയ്തത്. അതിൻ്റെയും ക്ലിപ്പ് ലഭ്യമാണ്, പലരും കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംവാദ CD ഇറങ്ങുമ്പോൾ അതിലും ആ ഭാഗം നമ്മൾ തുടക്കത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നാം അത് ഏറ്റെടുക്കുകയും നാട് നീളെ സംഘടിപ്പിച്ച പല പരിപാടികളിലായി നമ്മുടെ ആ സന്നദ്ധത നാം അറിയിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലായി കത്തുകൾ കൈമാറിയെങ്കിലും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അവിടെ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അവസാനം കഴിഞ്ഞ 16-ാം തീയതി അബ്ദുറഹ്മാൻ സലഫിയുടെ നാടായ പത്തപ്പിരിയത്ത് വെച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കെ ആയത്ത് ദുർവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ മകൻ ജൗഹറിന്റെ നേതൃത്വത്തിൽ ഒരു എഴുത്ത് തയ്യാറാക്കി ആ എഴുത്ത് സ്റ്റേജിലേക്ക് കൊടുത്തേക്കുകയായിരുന്നു. വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നുവെന്നും സലഫിയെ കൊണ്ടുവരാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നും അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഒരു എഴുത്ത്. അത് വായിക്കുകയും നമ്മുടെ സന്നദ്ധത നാം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും മറ്റ് ഉപാധികളൊന്നുമില്ലാതെ കോഴിച്ചന സംവാദ വ്യവസ്ഥയോ പന്നിപ്പാറ വ്യവസ്ഥയോ അടിസ്ഥാനമാക്കി നമുക്ക് ആ സംവാദം നടത്താമെന്നും അതിൽ വല്ല മാറ്റങ്ങളും ആവശ്യമെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന പക്ഷം അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും അറിയിച്ചുകൊണ്ടായിരുന്നു ഞാൻ അവിടെ പ്രസംഗിച്ചത്. അവർ എഴുത്തിൽ ആവശ്യപ്പെട്ടത് സൗകര്യപ്രദമായ 3 ഡേറ്റുകൾ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കണം എന്നായിരുന്നു. ആ ഡേറ്റ് ഞാനവിടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ, മറ്റന്നാള്, അതിനടുത്ത ദിവസം, ഈ 3 ദിവസങ്ങളും സ്വീകാര്യമാണ്. അഥവാ നവംബർ 17, 18, 19. 20 അസൗകര്യമുണ്ട്, 21 ആകാം. അതൊന്നും അല്ലാത്ത ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ അറിയിച്ചോളൂ, ഒഴിവില്ലെങ്കിൽ ഒഴിവുണ്ടാക്കി വരാം എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ രണ്ടാമത്തെ കത്ത് വന്നു. 25-ാം തീയതി രാവിലെ വ്യവസ്ഥ തയ്യാറാക്കി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സംവാദമാകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ടാമത്തെ എഴുത്ത് വന്നു. നമ്മൾ പറഞ്ഞു വ്യവസ്ഥ നമ്മുടെ പക്കലുണ്ട്, കോഴിച്ചണയിലോ പന്നിപ്പാളിലോ തയ്യാറാക്കിയ വ്യവസ്ഥ. അതിൽ മാറ്റം ആവശ്യമുള്ളത് നിങ്ങൾ നിർദ്ദേശിച്ചാൽ മതി, ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അത് എന്താണെങ്കിലും സ്വീകാര്യമാണ്. അദ്നാൻ സലഫിക്ക് 10 മിനിറ്റും എനിക്ക് 5 മിനിറ്റുമാണെങ്കിലും
അതിനും വിരോധമില്ല. പരസ്യമായിട്ടാവണം, വിഷയം ഇതായിരിക്കണം, സംസാരിക്കണം ഞങ്ങൾ തമ്മിലായിരിക്കണം. ആ 3 നിബന്ധന ഞങ്ങൾക്കുണ്ട് എന്ന് അറിയിക്കുകയും, കാരണം കുറച്ചു കാലമായി അവർ വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് ഒന്നിരുന്ന് ആ വ്യവസ്ഥയിൽ തൽക്കാലം മുടക്കി രക്ഷപ്പെടാമെന്ന് അവർ കണക്ക് കൂട്ടി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. മാത്രമല്ല അബ്ദുറഹ്മാൻ സലഫി ജീവിതത്തിൽ ഇന്നേ വരെ ഒറ്റ സംവാദം നടത്തിയിട്ടില്ല എന്നുള്ളതും പലർക്കും അറിയാത്തൊരു സത്യമാണ്. ഒരു സംവാദം പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. 2 സ്ഥലത്ത് അദ്ദേഹം വ്യവസ്ഥ എഴുതാൻ പോയിട്ടുണ്ട്. ആ വ്യവസ്ഥയിൽ അദ്ദേഹം ഉടക്കുണ്ടാക്കി ഒഴിഞ്ഞു മാറി പോരുകയും ചെയ്തു. അല്ലാതെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വാദപ്രതിവാദം അദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടലാണ് ഉദ്ദേശം എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ വ്യവസ്ഥ ഇവിടെ കൈവശമുണ്ട്. അതിൽ വല്ല മാറ്റങ്ങളും ആവശ്യമെങ്കിൽ നമുക്കാകാം. അതുകൊണ്ട് 25-ാം തീയതി ഇൻഷാ അല്ലാഹ് ഉച്ചക്ക് സംവാദം നടക്കണം, ഞങ്ങളിവിടെ ഉണ്ടാകും എന്ന് സ്റ്റേജിൽ വെച്ച് ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരതിൽ കുടുങ്ങുകയാണ് ചെയ്തത്. 25-ാം തീയതി ഉച്ചക്ക് ഞാനവിടെ എത്തുമെന്നും സലഫി അവിടെ ഉണ്ടാകണമെന്നും പരസ്യമായി സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ അതിലേക്ക് വരികയല്ലാതെ മറ്റു മാർഗങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രക്ഷപ്പെടാനുള്ള പല പഴുതുകൾ അദ്ദേഹം തേടി. 17-ാം തീയതി അടുത്തൊരു കത്ത് വന്നു. ആ കത്തിൽ പറഞ്ഞത് കുറിച്ച സംവാദ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വല്ലതും വേണമെങ്കിൽ അറിയിക്കണം എന്നാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 നിബന്ധനകൾ. ഒന്ന്, പത്തപ്പിരിയത്തുള്ള ഒരു വീട്ടിൽ വെച്ചായിരിക്കണം സംവാദം. 2, ആ നാട്ടുകാരായ 15 പേർ വീതം മാത്രമേ ശ്രോതാക്കളായി കയറാൻ പാടുള്ളൂ. 3, ഒരു സമയത്ത് ഒരാൾ മാത്രമേ സംസാരിക്കാവൂ. 5 വീതം പണ്ഡിതന്മാരെ സഹായികളായി കൊണ്ടുവരാം തുടങ്ങി കുറേ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള കത്ത് വന്നു. നമ്മളെല്ലാം അംഗീകരിച്ചു. ഒന്ന് മാത്രം തിരുത്ത ആവശ്യപ്പെട്ടു. കാരണം വിഷയത്തിൽ ചെറിയ അട്ടിമറി അദ്ദേഹം നടത്തിയിരുന്നു. ആയത്ത് ദുർവ്യാഖ്യാനം എന്ന വിഷയത്തിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം വിഷയമായി എഴുതി കൊടുത്തയച്ചത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം വസിയത്തു ശിർക്കാകുന്നു എന്നതിന് തെളിവായി ആയത്ത് ഉദ്ദേശിച്ച ദുർവ്യാഖ്യാനമാണ് എന്ന് എഴുതി ഇതിലാണ് സംവാദം നടക്കേണ്ടത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, ഞങ്ങളുടെ വാദം ഞങ്ങളാണ് എഴുതേണ്ടത്. നിങ്ങളൊരു വാദമുണ്ടാക്കി ഞങ്ങളെ മേൽ വെച്ചിട്ട് അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളവിടെ വാദിച്ചത് ജിന്നുകളോട് മനുഷ്യൻ സഹായം ചോദിക്കുന്നതിൽ ഷിർക്കായതുമുണ്ട്, ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. അത് രണ്ടും ഒന്നിച്ചു പരാമർശിച്ച ആയത്താകുന്നു ഈ ആയത്ത്. അതുകൊണ്ട് ആ വിഷയം അട്ടിമറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടുമായി 13 കത്തുകൾ കൈമാറുകയും ഒരു 10 കത്തായപ്പോഴേക്ക് നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് അവർ സന്നദ്ധത കാണിച്ചു. പിന്നെയും രക്ഷപ്പെടാനുള്ള പഴുതെന്നോണം സംവാദത്തിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് 12ാമത്തെ കത്ത് വരുന്നത്. അതിലാവശ്യപ്പെട്ടു മധ്യസ്ഥന്മാര് ഈ നാട്ടുകാർ തന്നെ ആയിരിക്കണം, ഹാളിൽ കയറുന്ന ഒരാളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന 2 നിബന്ധനകൾ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം അറിയിക്കുകയായിരുന്നു. നമ്മളിനി ഇല്ലാന്ന് പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ രക്ഷപ്പെടാമെന്നാണ് അവർ കണക്കൂട്ടിയത്. നമ്മൾ പറ്റുമെന്നോ പറ്റില്ലെന്നോ പറയാതെ നമ്മൾ കത്ത് കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മധ്യസ്ഥന്മാരും പണ്ഡിതന്മാരും നാളെ 1 മണിക്ക് പത്തപ്പിയത്ത് എത്തും എന്ന് മാത്രം എഴുതി ആ വിഷയത്തിൽ മറ്റൊന്നും പറയാതെ നാം ഒരു കത്ത് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് അവസാന ഘട്ടത്തിൽ അവരതിന് വരാൻ സന്നദ്ധരായത്. അൽഹംദുലില്ലാഹ് സംവാദ ചരിത്രങ്ങളിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒന്നായി മാറി എന്ന് കേട്ട ധാരാളം ആളുകൾ വിളിച്ചറിയിച്ചു. അൽഹംദുലില്ലാഹ്
അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടവരാണല്ലോ പറയേണ്ടത്, ഞാനത് പറയേണ്ടവനല്ല. പക്ഷെ എന്തായിരുന്നാലും ആ ഒരു സംവാദത്തിലൂടെ ധാരാളം സത്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ കാലം വരെ ഇങ്ങോട്ട് പരിഹാസ രൂപത്തിൽ ഉന്നയിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരങ്ങളിൽ അറിയാതെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഹയ്യ്, ഹാദിർ, ഖാദിർ എന്നിവ അദ്ദേഹം തന്നെ ഒരു അടിസ്ഥാന നിയമമായി, തത്വമായി അവിടുന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതേപോലെ ഷിർക്കും ഷിർക്കിലേക്ക് വസീലയായതും രണ്ടു തരം ഉണ്ട് എന്നുള്ളത് കിതാബ് വായിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിച്ചു. അതുപോലെ PN അദ്വൈതീഫ് മദനിയുടെ നേതൃത്വത്തിന് മുമ്പ് 10 പേർ എഴുതി ഒപ്പിട്ട അതിൽ 7 പേരും നമ്മുടെ കൂടെയാണ് എന്നത് പേര് ലിസ്റ്റ് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ അതിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അതോടൊപ്പം നമ്മൾ മാത്രം പറഞ്ഞ ഒരു പുത്തൻവാദമൊന്നുമല്ല ഇത് എന്നും ലോക സലഫി പണ്ഡിതന്മാർക്ക് പരിചയമുള്ളതും സൗദി അറേബ്യയിലെ ഔഖാഫ് മന്ത്രിയായ ഉന്നതനായ പണ്ഡിതൻ കൂടിയായ ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് റഹിമഉല്ല തൻ്റെ അത്തംഹീദ് എന്ന കിതാബിൽ വളരെ കൃത്യമായി ഇതേ ആശയം രേഖപ്പെടുത്തി വെച്ചതും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാം ചോദിക്കുകയും അതിനൊന്നും ഒരു മറുപടിയും പറയാൻ കഴിയാതെ പ്രയാസപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. നമ്മൾ ചോദിച്ച 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് മാത്രമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇസ്തിൻതായിൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് ഉൾപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ അവരുടെ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു എന്നതാണല്ലോ സത്യം. തിരിച്ചിങ്ങോട്ട് മര്യാദക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും കഴിഞ്ഞില്ല. 5 ചോദ്യത്തിന് അവസരമുണ്ടായിട്ട് 3 ചോദ്യമാണ് ആകെ ചോദിച്ചത്. അത് തന്നെ വളരെ ബാലിശമായ ചോദ്യങ്ങളായിരുന്നു എന്നുള്ളത് അവരുടെ ആളുകൾ തന്നെയും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാം കഴിഞ്ഞ അവസാനം സമാപന സെഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, സമാപനം നടത്താൻ അദ്ദേഹത്തിന് ആദ്യ അവസരം കിട്ടിയിട്ട് എത്രയായിട്ടും അദ്ദേഹം കയറി വരുന്നില്ല. അപ്പോൾ അവസാനം മധ്യസ്ഥനായ നാണിഹാജി പരസ്യമായി തന്നെ പറഞ്ഞു, അദ്ദേഹം പേപ്പർ തിരയാണ്, കിട്ടിയിട്ടില്ല. പക്ഷെ എത്ര തിരട്ടും കിട്ടാതെ പോയപ്പോൾ അവസാനം കിട്ടിയ പേപ്പറുമായി അദ്ദേഹം കയറുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സമാപന സംസാരം കഴിഞ്ഞ് നമ്മുടേതും കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് മംഗലാപുരത്ത് നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ മെസ്സേജ് അയച്ചു, അദ്ദേഹം നടത്തിയ സമാപന പ്രസംഗം യഥാർത്ഥത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം മംഗലാപുരത്ത് നടത്തിയ ജുമാ ഖുതുബയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് മെസ്സേജ് വന്നു. അദ്ദേഹത്തിന് പേപ്പർ കിട്ടാതായപ്പോൾ അവസാനം കിട്ടിയ പേപ്പറുമായി കയറി തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച എന്താണോ ഖുതുബ നടത്തിയത് ആ ഖുതുബയുടെ നോട്ടുമായിട്ടാണ് കയറിയിട്ടാണ് ആ മുഹ്കമ മുത്തശാബിയൊക്കെ അദ്ദേഹം പ്രസംഗിച്ചത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു, എന്താ റബ്ബേ ഇയാളെ മുഹ്കമ മുത്തശാബിയും പറയണത്, നമ്മുടെ വിഷയവും ഇത് നമ്മൾ എന്ത് ബന്ധമുള്ളത്? അപ്പൊ സംഗതി കിട്ടിയ നോട്ട് അതാണ് വായിച്ച് സമയം തീർത്തുന്നല്ലാതെ എന്താണ് ആ സമാപനത്തിൽ പറയേണ്ടത് എന്നത് പോലും ഒന്ന് ക്രോഡീകരിക്കാനോ പറയാനോ കഴിഞ്ഞില്ല.
അതേസമയം നമ്മൾ രാവിലെ ഉച്ച മുതൽ സംവാദത്തിൽ നടന്ന പ്രധാന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഓരോന്നും ആളുകൾക്ക് ഗ്രാഹ്യമാകാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായി ഈ സംവാദം മാറും എന്ന് തന്നെയാണ് ശേഷമുള്ള ഫീൽഡിലെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. മുമ്പ് ഒരാള് പറഞ്ഞൊരു കഥയാണ് എനിക്ക് സത്യത്തിൽ അന്ന് ഓർമ്മയായത്. അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ച് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, കുറച്ച് പ്രയാസപ്പെട്ടു, അവസാനം വല്ലാതെ ഇടങ്ങാറായിട്ടാണ് വാപ്പാന്റെ മരണം ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോ കേട്ടിക്കണോ പറഞ്ഞു, ആദ്യമായിട്ടല്ലേ, അടുത്തിട്ട് ശരിയായിക്കോളും തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് യഥാർത്ഥ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ തോന്നിയത്. സംഗതി ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവില്ലല്ലോ. ആദ്യമായിട്ടാണ് അദ്ദേഹം സംവാദം, ഇനി അടുത്തത് ശരിയാവുമെന്ന് പറയാൻ അടുത്തിട്ടുണ്ടാവില്ല. ആ ജാലക മറക്കാനാണ് കഴിഞ്ഞിറങ്ങിയ ഉടനെ ഇനി സക്കറിയ സ്വലാഹി തയ്യാറുണ്ടോ, സ്വലാഹിയുമായി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫോൺ കോളുകൾ നമ്മളെ ചാനലായി കയറി വന്ന സുല്ലമിയൊക്കെ സ്വലാഹിയെ വിളിച്ച്, നിങ്ങളല്ലേ പറഞ്ഞിരുന്നു സക്കറിയ ഫൈസൽ മുസ്ലിയാരുമായിട്ട് സംവാദം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തമ്മിൽ നടത്താമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുകയും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത് എന്നാണ് നമുക്കതിന് മനസ്സിലാകുന്നത്. അപ്പൊ സ്വലാഹിയും ഞങ്ങളൊക്കെ പറഞ്ഞു, ഏതായാലും പദ്രാമൻ സലഫിനും കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് എപിയും ടി പി ആണല്ലോ, അതുകൊണ്ട് ടി പി വരുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. കാരണം അനീഫ് കായക്കുടിൻ്റും നാസറിനും കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇനി സലഫി തന്നെ വരണമെന്ന്. സലഫിനും കഴിഞ്ഞു, ഇനിയിപ്പോൾ ആരും ബാക്കിയില്ല. ഇനി വരാൻ ബാക്കിയുള്ളത് ടി പിയും എ പിയും. അതുകൊണ്ട് ടി പി എങ്കിലും വരട്ടെ. എ പി എതിർപ്പ് ആവശ്യത്തിൽ അങ്ങനെ ഒരു വിവാദമായ പ്രസ്താവന ഒന്നും നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് ടി പി ആണെങ്കിൽ ആദ്യമേ വിഷയത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ ആളുമാണ്. അതുകൊണ്ട് ടി പി വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫോൺ കോളൊക്കെ നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ സംഭവത്തിനും അവസാനം സലഫി പറഞ്ഞിരുന്നു, ഇനി നമുക്ക് മറ്റു വിഷയത്തൊക്കെ സംഭവം നടത്താം, എൻ്റെ വ്യവസ്ഥകൾ ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് അത് എഴുതി കൊടുത്തേക്കട്ടെ, അപ്പം സാർ നമുക്കുള്ള അങ്ങോട്ട് എഴുതി കൊടുത്തേക്കാം, അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചർച്ച ചെയ്യാം എന്നതും പറഞ്ഞിരുന്നു. അതും ഇതുവരെ ഒരു എഴുത്തൊന്നും വന്നിട്ടുമില്ല. അപ്പം ഇനി എന്തായിരുന്നാലും ആരുമായിട്ടാണെങ്കിലും ഒരു സംവാദം എന്നുള്ളത് ഇനിയിപ്പോൾ അതിൽ മദ്രാമാൻ സലഫിക്ക് ആലോചിക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ് എന്നാണ് അത് കേട്ടവരൊക്കെ പറയുന്നത്. നമുക്കാണെങ്കിൽ ധാരാളം ആളുകൾ ഇറങ്ങാൻ ബാക്കിയാണ്. ആകെ ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി മേൽപോട്ട് അങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പണ്ഡിതന്മാർ നമുക്ക് ഈ ഇറങ്ങാൻ ബാക്കിയുണ്ട്. അപ്പുറത്താണെങ്കിൽ ഇപ്പോൾ ആരും ബാക്കിയില്ല താനും. ആകെ അവസാനം വരെ ഊതി വീർപ്പിച്ച് കൊണ്ടുനടന്ന് പറഞ്ഞു പേടിപ്പിക്കാനുണ്ടായിരുന്ന സലഫിയായിരുന്നു. അതും നമ്മൾ കണ്ടു, എത്രമാത്രം ഉണ്ട്, എന്താണ് അവസ്ഥ എന്നൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലായത്, ഒന്ന് ടൈം ലിമിറ്റ് വെച്ചുകൊണ്ടുള്ള സംസാരം അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ട്. 3 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് എഴുതി കൊടുത്ത് വെച്ചതാണ്. 3 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം, 45 മിനിറ്റ് അവതരണം, പിന്നെ 30 മിനിറ്റ് ഖണ്ഡനം, പിന്നെ 15 മിനിറ്റ് ഖണ്ഡനം. അതൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് എഴുതി കൊടുത്ത നിബന്ധന. പരമാവധി ചോദ്യോത്തരം കുറച്ചിട്ട് ഒരു ഖണ്ഡന രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനാണ് 45 മിനിറ്റ് ആദ്യം ആവശ്യപ്പെട്ടു, പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ 30 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ് എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മളൊക്കെ അംഗീകരിച്ചു കൊടുത്തത്. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ ആയിക്കോട്ടെ,
എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുത്തതാണ്. ചോദ്യോത്തരത്വം പരമാവധി കുറയ്ക്കാനാണ് അദ്ദേഹം പണിയെടുത്തത്. അത് നമ്മൾ കാണുകയും ചെയ്തു. ചോദ്യോത്തരത്തിലാണല്ലോ ഏറ്റവും അധികം അദ്ദേഹം പ്രയാസപ്പെട്ടതും. അപ്പൊ ആ ഒരു ശൈലി അദ്ദേഹത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് കൃത്യമായി ബോധ്യമായത്. അപ്പൊ ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉണ്ടായി എന്ന് മാത്രമല്ല, വിവാദമായി ഇവർ കൊണ്ടുവന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ ഇവിടെ തീരുമാനമാവുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. ദുർവ്യാഖ്യാന വിഷയം മാത്രമല്ല, അതിനപ്പുറത്ത് ഭൗതികം തീരുമാനമായി. അതേപോലെ ഇസ്തിംദായി തീരുമാനമായി. ഇസ്തിംദായിൽ 2 തരം ഉണ്ട് എന്നൊരു തീരുമാനമായി. ഇസ്തിംദായിൻ്റെ ഭാഗമാണ് ഇസ്തിയാനത്ത് എന്ന് തീരുമാനമായി. ഇങ്ങനെ ധാരാളം സംഗതികൾ. കോഴിച്ചണയിൽ വസീയത്ത് ഷിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നോ, അതേപോലെ ഖുർത്തുബിയിൽ ഉണ്ട് എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നമ്മുടെ വാദമായി വിചിന്തനത്തിൽ എഴുതിവിട്ട ശുദ്ധമായ കളവ് പിടികൂടി അത് ശക്തമായി ചോദ്യം ചെയ്തിട്ടും എന്തെങ്കിലും ഒന്ന് അതേക്കുറിച്ച് പറയാൻ അദ്ദേഹം സന്നദ്ധമായില്ല. ഇങ്ങനെ ധാരാളം സംഗതികൾ. അതേപോലെ അദ്ദേഹം മുമ്പ് പലപ്പോഴായി കാണിച്ച പല കൃത്രിമങ്ങളും നമ്മൾ പിടികൂടി. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം വരെ അവിടെ തീരുമാനമായി എന്നതാണ് ഇതിന് കിട്ടിയ വലിയൊരു നേട്ടം. ഏതായാലും അൽഹംദുലില്ലാ ഈ CD പരമാവധി നമ്മൾ പ്രചരിപ്പിക്കുകയും ഇനി നമുക്ക് ഈ വിഷയത്തിൽ സംവാദം ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ ക്ലിയറായ സ്ഥിതിക്ക് ഇത് നമ്മൾ വ്യാപകമായി പ്രചരിപ്പിച്ച് എല്ലാ സ്ഥലത്തും പരമാവധി LCD വെച്ച് പ്രദർശിപ്പിക്കുവാനും പരമാവധി ആൾക്കിത് എത്തിക്കുവാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മറുപക്ഷം CD ഇറക്കി അവർ പല അവകാശവാദങ്ങൾ നടത്തുന്നു എന്ന് കേട്ടു. പറഞ്ഞ ആൾക്ക് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ ശരി, നിങ്ങൾ 100 കോപ്പി CD തരി, ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും കഴിയില്ല. ഞങ്ങൾ ആദ്യം ഇറക്കി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ജയിച്ചു എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അതിൽ മറ്റൊന്നും കാണേണ്ട കാര്യമില്ല. നമ്മൾ ആ CD നയിക്കുന്നവരെ ഇറക്കും ഇൻഷാ അല്ലാഹ്. ഒരു കൃത്രിമത്വങ്ങളും ഇല്ലാതെ എവിടെയും കൂട്ടിച്ചേർക്കുകയോ വെട്ടിച്ചെടുക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു അടിക്കുറിപ്പ് പോലും എഴുതി കാണിക്കാതെ ആ സംവാദം അങ്ങനെ തന്നെ ഇറക്കാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യങ്ങൾ വെല്ലുവിളിയും ആ സാഹചര്യങ്ങളും ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ ആമുഖമായി ക്ലിപ്പ് കൂടി ചേർത്തുകൊണ്ട് തയ്യാറാക്കുകയും ബാക്കി സംവാദം ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇൻഷാ അല്ലാഹ് ഇറക്കാനുമാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. നിഷ്പക്ഷമായി ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്ത് വിലയിരുത്തട്ടെ എന്നതാണ് നമ്മുടെ തീരുമാനം. അതോടൊപ്പം പല തന്ത്രങ്ങളും സംവാദത്തിൽ അവർ പയറ്റാൻ ശ്രമിച്ചു. അതിൽപ്പെട്ട ഒന്നായിരുന്നു റഹ്മാനിയെ വെച്ചുകൊണ്ട് നമ്മുടെ മനോവീര്യം കെടുത്താൻ കുറക്കാനെങ്കിലും കഴിയുമോ എന്ന അവരുടെ ശ്രമം. യഥാർത്ഥത്തിൽ അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി എന്നല്ലാതെ നമ്മെ സംബന്ധിച്ച് അതിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സുഹൈൽ സലഫി ലൈനിലുണ്ട്. മുസ സ്വലാഹി ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ അദ്ദേഹം കയറും. ഐഡിയ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് അറിയിച്ചത്. CP സലീം 10:30 മണിയാകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് CP സലീം കയറാം എന്ന് അറിയിച്ചിട്ടുണ്ട്. മാലിക് സലഫി വളരെ ക്ഷീണിതരാണ്. ഇന്നലെ രാത്രി ഞങ്ങളൊക്കെ ഒരു മീറ്റിംഗ് പങ്കെടുത്ത് ഏകദേശം രാത്രി 1:30 മണിക്കാണ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നലത്തെ ഉറക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും ബാക്കിയുണ്ട്. ഇന്ന് പകലും ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. മാലിക് സലഫി ഇത് കേൾക്കുന്നുണ്ട്. അദ്ദേഹം കയറൂല എന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും സുഹൈൽ സലഫിക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് സംസാരിക്കും. ശേഷം ഇൻഷാ അല്ലാഹ് അഡ്മിന്മാരാരെങ്കിലുമൊക്കെ സംസാരിക്കുമായിരിക്കും. എന്നിട്ട് ആവശ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും മൈക്കെടുക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൈൽ സലഫി മൈക്കെടുക്കാൻ
ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ഇതിനിടയ്ക്ക് അഡ്മിന്മാർക്ക് ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ അടിക്കണം. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ച പോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഏകദേശം 9 മാസക്കാലം അഥവാ കോയിച്ചന സംവാദം കഴിഞ്ഞു. ഫൈസൽ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ മൗലവി മങ്കട സാഹിബ് വേദിയായ വേദികളിലെല്ലാവരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിങ്കടികളും എന്തൊക്കെയോ വലിയൊരു ഒരു വലിയ അബദ്ധമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ചിലരെങ്കിലും അത് തെറ്റിദ്ധരിച്ച് കാണണം. എന്താണ് സൂറത്ത് അൻആമിലെ ആയത്ത്, എന്താണ് ഫൈസൽ മുസ്ലിയാർ അവിടെ അന്ന് പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ അതിൽ കാര്യമുണ്ടാകും എന്നൊക്കെയാണ് ചില സംഘടനാവാദികളെങ്കിലും തെറ്റിദ്ധരിച്ചത്. എന്ന സത്യത്തിൽ ആ ചീട്ടുകൊട്ടാരത്തെ തകർത്ത് തരിപ്പണമാക്കി തീർത്തും വിളറിയ മുഖത്തോടുകൂടി തിരിച്ചു പോകുന്ന പണ്ഡിത വേഷധാരികളെയാണ് സംവാദം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. അനസ് മുസ്ലിയാരും അതേപോലെ തന്നെ കായക്കൊടിക്കാരൻ ഹനീഫ സാഹിബും വളരെ ചിരിച്ചും കളിച്ചുമൊക്കെ സംവാദത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരുടെ മൂർദാവിലേക്ക് അങ്ങോട്ട് ചെല്ലുന്ന ചോദ്യങ്ങൾ വന്നപ്പോൾ ഫൈസൽ മുസ്ലിയാർ ചോദ്യങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് ആലി ഷെയ്ഖിന്റെ ഫത്വയും അതൊക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ അങ്ങ് ചെന്നപ്പോൾ ഒരിക്കൽ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊക്കെ കണ്ടത്. ഏതായിരുന്നാലും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സംവാദത്തിൽ ഒരുപാട് സത്യങ്ങളാണ് പുറത്തു വന്നത്. നമുക്കറിയാം, ഇത്ര കാലം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ജിന്നുകളുമായുള്ള സഹായം തേട്ടം അത് ഹറാമാണ്, അതിൽ ഷിർക്കായതുമുണ്ട്, വസീലത്ത് ഷിർക്കായതുമുണ്ട് എന്നുള്ളത് അവരുടെ എഴുത്തുകളിലും കിതാബുകളും എല്ലാം നമ്മൾ വായിച്ചതും പഠിച്ചതുമൊക്കെയാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു നമ്മളെ ജിന്നീരികളും അതുപോലെ തന്നെ ഈ വിഷയം ലഘൂകരിച്ചുകൊണ്ട് ഷിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറ മുഴക്കി നടന്നിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സംവാദത്തിലൂടെ നമ്മൾ കേട്ടത് എത്രത്തോളം അബ്ദുറഹ്മാൻ സലഫി ഫൈസൽ മുസ്ലിയാരുടെ ചോദ്യത്തിന് പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് അങ്ങ് വന്നപ്പോൾ ഫൈസൽ മുസ്ലിയാരെ പോലുള്ള, അബ്ദുൽ മാലിക് സലഫിയെ പോലുള്ള, അതുപോലെ തന്നെ ഫضل ഹക്ക് ഉമരിയെ പോലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ, പ്രമാണങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് സത്യം പറയേണ്ടി വന്നു. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് വസീലത്ത് ഷിർക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സമയത്ത് ബാക്കവിൻ്റെ ഒക്കെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. ബാക്കവിയുടെയും അതേപോലെ തന്നെ അനസ് മുസ്ലിയാരുടെയൊക്കെ അവരുടെ മുമ്പിലുള്ള 15 ശ്രോതാക്കൾ അവരുടേതായിരുന്നു. അവരുടെയൊക്കെ മുഖഭാവം പ്രത്യേകം കാണേണ്ടതായിരുന്നു. എന്താണ് ഇയാൾ പറയുന്നത്, തെറ്റിപ്പോയതാണോ, അബദ്ധം പറ്റിപ്പോയതാണോ, നാക്കുപിയ സംഭവിച്ചതാണോ എന്നുള്ള നിലക്ക് വളരെ വിവരണമായ മുഖത്തോടെ ആയിരുന്നു അവർ ഇരുന്നിരുന്നത് എന്ന് നമുക്ക്
ഞങ്ങളവിടെ കണ്ട വസ്തുതയാണ്. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞത്, ഫൈസൽ മുസ്ലിയാർ സ്വാലിഹ് ആലി ഷെയ്ഖിന്റെ അബ്ദുൽ അസീസ് സ്വാലി ഇബ്നു അബ്ദുൽ അസീസ് ആലി ഷെയ്ഖിന്റെ ഫത്വയാണ് അദ്ദേഹം ഷറഹ് കിതാബ് തൗഹീദ് അത്തംഹീദ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, കിതാബ് തൗഹീദിന്റെ ഷറഹാണ്. അദ്ദേഹം അതിൽ പറഞ്ഞത്, മുസ്ലിമായ ജിന്നുകളോടുള്ള സഹായം തേട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ പ്രാർത്ഥന ഇല്ലാത്തതാണെങ്കിൽ അത് വസീലത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞതായിരുന്നു ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ചോദിച്ചത്. ഈ സമയത്ത് അതിനൊരു മറുപടി, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ വസീലത്ത് ശിർക്കാണ് എന്ന് സ്വാലിഹ് ആലി ഷെയ്ഖ് പറഞ്ഞത് അത് മുസ്ലിം ജിന്നോടുള്ള സഹായം ചോദിക്കുമ്പോഴാണ് എന്നാണ്. അപ്പോ മുസ്ലിം ജിന്നോട് സഹായം ചോദിക്കുമ്പോ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വസീലത്ത് ശിർക്കാണ് എന്ന് ഈ സംവാദത്തിലൂടെ അദ്ദേഹം സമ്മതിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്റെ ഫൈസൽ മുസ്ലിയാരുമായി പത്തപ്പിരിയൻ സംവാദത്തിൽ വന്നപ്പോ പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് അബ്ദുറഹ്മാൻ സലഫി, കിതാബുകളുടെ മുമ്പിലേക്ക്, പ്രമാണങ്ങളുടെ മുമ്പിലേക്ക് അബ്ദുറഹ്മാൻ സലഫി വന്നപ്പോ എന്തേ അദ്ദേഹത്തിന് മുസ്ലിം ജിന്നുകൾ ഭൗതികമായോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിപ്പോ. അഥവാ ജിന്നുകളൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തും അഭൗതികവുമാണ് അവരുടെ പ്രവർത്തനങ്ങളെങ്കിൽ, പത്തപ്പിരിയാൻ സംവാദം നടക്കുമ്പോ അല്ലെങ്കിൽ പത്തപ്പിരിയാൻ സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാരുടെ ചോദ്യശരങ്ങളങ്ങ് വന്നപ്പോ മുസ്ലിം ജിന്ന് മാത്രം എന്തേ കോക്കസ് നേതാവിന് ഭൗതികമായത്? അത് നമുക്കൊരു സംശയമുണ്ട്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, അദ്ദേഹം മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ശിർക്കാണെങ്കിൽ അതിന് ഏതാ ആയത്ത്? ഒന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. എന്ത് ജനിതക മാറ്റമാണ് മുസ്ലിം ജിന്നുകൾക്ക് മാത്രമായി ഉണ്ടായത്? കാഫിർ ജിന്നുകൾക്ക് ഇല്ലാത്തൊരു മാറ്റം. പത്തപ്പിരിയൻ സംവാദം വന്നപ്പോ, ഫൈസൽ മുസ്ലിയാരുടെ മുമ്പിൽ വന്നപ്പോ കോക്കസ് നേതാവിന്റെ മുസ്ലിം ജിന്നുകൾ അല്ലെങ്കിൽ കോക്കസ് നേതാവ് പറഞ്ഞ മുസ്ലിം ജിന്നുകൾക്ക് ജനിതക മാറ്റം ഉണ്ടായതാണോ എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും നമുക്കതിൽ ചോദിക്കാനുള്ളത്, മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കുമ്പോൾ അത് വസീലത്ത് ശിർക്കാണ്, അത് ശിർക്കാവുകയില്ല എന്നുള്ളതിന് ഏത് ആയത്താണ് തെളിവ്? അതേപോലെ തന്നെ ഈ മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം അങ്ങനെ കിട്ടുന്നാണല്ലോ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം അതിനുള്ളൊരു ഉദാഹരണം കോക്കസ് ശിങ്കിടികളൊക്കെ ഒന്ന് ചോദിക്കട്ടെ, വസീലത്ത് ശിർക്കല്ലേ ആവുള്ളൂ, ചെറിയ ഹറാമല്ലേ ആവുള്ളൂ എന്നാണല്ലോ സാധാരണ വസീലത്ത് ശിർക്കിനെ കുറിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് അദ്രാമൻ സലഫിയും ഹംസ ബാക്കിയവയ്ക്ക് മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കുന്ന ചില ഉദാഹരണ ചോദ്യങ്ങൾ ഒന്ന് പറഞ്ഞുകൊടുത്ത കോക്കസുകാർക്ക് അല്ലെങ്കിൽ സംഘടനാവാദികൾക്ക് അത് അതുകൊണ്ട് ഉപകാരം കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം രണ്ടാമതായി സമ്മതിച്ചത്, സാധാരണയായിക്കൊണ്ട് പ്രാർത്ഥനയാകുന്ന എപ്പോഴാണ് ഒരു തേട്ടം അല്ലെങ്കിൽ ഒരു ചോദ്യം പ്രാർത്ഥനയാകുന്നത്, അത് തേട്ടമാകുന്നത്, ദുആയാകുന്നത് എന്നുള്ളതിന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഹയ്യും ഹാദിറും കാദിറുമാണോ? ഹയ്യും ഹാദിറും കാദിറുമാണെങ്കിൽ ചോദിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി ആ ചോദിക്കുന്നതിനെ സംബന്ധിച്ച് അത് ഹയ്യും ഹാദിറും കാദിറുമാണെങ്കിൽ, ചോദിക്കുന്ന കാര്യം അയാള് കേൾക്കുന്നുവെങ്കിൽ, അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ, ഹയ്യാണെങ്കിൽ, അതേപോലെ തന്നെ ഖാദിറാണ്, അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നവനാണ്, അതുപോലെ തന്നെ ഹാദിറാണ്, അവിടെ പ്രസന്റ് ഉള്ള ആളാണെങ്കിൽ അതിൽ പ്രാർത്ഥന ഇല്ല, ദുആ ഇല്ല എന്ന പണ്ഡിതന്മാർ പറഞ്ഞത്. അത് നമ്മൾ ഇത്ര കാലം പറഞ്ഞ സംഗതിയാണ്. പക്ഷേ ഹയ്യും ഹാദിറും കാദിറും എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കുകയായിരുന്നു അനസ് മുസ്ലിയാർ. എന്നാൽ പ്രമാണങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോ അദ്രാമൻ സലഫിക്ക് അതും സമ്മതിക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കുന്ന വിഷയത്തിലാണ് സ്വാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലി ഷെയ്ഖ് അത് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ ചോദിച്ച തംഹീദിലെ ഉദ്ധരണിയാണ്.
തംഹീദിലെ ഉദ്ധരണി ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഹൽ യജൂസു ദിഹാബ് ലിൽ ഇലാജി ഇന്ദമൻ യസുമു അന്നഹു യുആലജു ബിമുസാഅത്തി ജിന്നിൽ മുസ്ലിമീൻ. ഒരു മുസ്ലിമായ ജിന്നിനെ കൊണ്ട് ഉപകാരം അല്ലെങ്കിൽ ആ മുസ്ലിമായ ജിന്നോട് സഹായം ചോദിക്കുന്ന ചോദ്യമായിരുന്നു, അതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. എന്നാൽ സ്വാലിഹ് അൽ ഷേഖിന്റെ മറുപടി എന്താ? മുസ്ലിം ജിന്നോട് സഹായം ചോദിക്കുന്ന വസീല ശിർക്ക് എന്നല്ല. അദ്ദേഹം പറഞ്ഞത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഉൻ അകാനു മുസ്ലിമീന അം ഗൈരിൽ മുസ്ലിമീന വസീലത്തുൻ മിൻ വസായിലി ശിർക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ മുസ്ലിം ജിന്നാകട്ടെ അല്ലെങ്കിൽ കാഫിർ ജിന്നാകട്ടെ ജിന്നുകളോട് പ്രാർത്ഥനയില്ലാത്ത അല്ലെങ്കിൽ ദുആ ഇല്ലാത്ത ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നത് അത് മുസ്ലിം ജിന്നാകട്ടെ കാഫിർ ജിന്നാകട്ടെ അത് വസീലത്ത് ശിർക്കാണ് എന്നാണ് തംഹീദിൽ സ്വാലിഹ് അൽ ഷേഖ് പഠിപ്പിച്ചത്. അല്ലാതെ അബ്ദുറഹ്മാൻ സലഫി അവിടെ പറഞ്ഞത് കാര്യം പച്ചപ്പൊള്ളാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണോ, ചോദ്യശരങ്ങൾ വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞു നിൽക്കണ്ടേ? അൽ ഷേഖിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. സലഫി പണ്ഡിതന്മാർ പറയുന്നതാണ് ഫൈസൽ മുസ്ലിയാരും അതേപോലെ തന്നെ മുജാഹിദുകൾ പറയുന്നത് എന്ന് 100% അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ പിന്നെ മുമ്പിൽ ആളുകൾക്ക് കോക്കസ് ശെങ്കിടികൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തനിതരം ആളുകൾക്ക് വ്യക്തമാവുന്നു എന്നുള്ളത് ഭയപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പറഞ്ഞൊപ്പിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഹയ്യും ഹാദിറും ഖാദിറുമാണ്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഹയ്യും ഹാദിറും ഖാദിറുമായ ഒന്നിനോടാണ് ചോദ്യമെങ്കിൽ അതിൽ പ്രാർത്ഥനയുണ്ടാവുകയില്ല, അത് പ്രാർത്ഥനയാണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിത് മുമ്പ് പറഞ്ഞപ്പോ അതിനേതാ ആയത്ത്, അതിനേതാ ഹദീസ് എന്ന് ചോദിച്ചിരുന്നു. അതിന് നമ്മൾ ആയത്തും പറഞ്ഞു കൊടുത്തിരുന്നു. അതിന് ഏതാണ് പണ്ഡിതന്മാർ ഏതൊക്കെ ആയത്തുകളിൽ നിന്നാണ് അത് ഇസ്തിംബാത്ത് ചെയ്തത് എന്ന് നമ്മളത് പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാൽ അബ്ദുറഹ്മാൻ സലഫിയോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യം, ഈ ഹയ്യും ഹാദിറും ഖാദിറും ആയിട്ടുണ്ടെങ്കിൽ ദുആ ഉണ്ടാവുകയില്ല, പ്രാർത്ഥന ഉണ്ടാവുകയില്ല എന്നുള്ളത് ഏതാ ആയത്ത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. കോക്കസ് ശിങ്കിടികൾ ചോദിക്കണം നേതാവിനോട്, എന്താ ഉസ്താദെ ഇതുവരെ നിങ്ങൾ പറഞ്ഞതിന് എതിരാണല്ലോ, ഫൈസൽ മുസ്ലിയാരുടെയും കിതാബിന്റെയും മുമ്പിലൊക്കെ വന്നെത്തിയപ്പോ നിങ്ങൾ പറഞ്ഞൊന്നല്ലോ, ഇതുവരെ പറഞ്ഞൊന്നല്ലല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ഫൈസൽ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്നാ പറഞ്ഞത്. സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ചോദിച്ചു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അക്ബറിയൻ തൗഹീദിനെ കുറിച്ച് ചോദിച്ചു, അവരുടെ ശക്തമായ ആയത്ത് ദുർവ്യാഖ്യാനം. അതേപോലെ തന്നെ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്ത് വമാഹും ബിളാരിന മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ എന്ന സിഹ്റുമായി ബന്ധപ്പെട്ട ആയത്ത്. സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത് ഇന്നമാ ദാലികും ശൈത്താൻ യുഖവിഫു ഔലിയാഹു എന്നുള്ള ആയത്ത്. അതേപോലെ തന്നെ സംഘടനയെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ച ആയത്തുകൾ. ഈ ആയത്തുകളൊക്കെ ഫൈസൽ മുസ്ലിയാർ ചോദിച്ചു, നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ ഇതിനൊന്നും തൊടാൻ പോലും മിണ്ടാൻ പോലും കോക്കസ് നേതാവ് തയ്യാറായില്ല. ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ഞങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ദുർവ്യാഖ്യാന വീരന്മാരാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു എന്ന് സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിങ്ങനെ നടന്നു എന്നല്ലാതെ പിന്നെ കൊണ്ടുവാടാ ഖുർത്തുബി ഇബ്നു അബ്ബാസിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ അബ്ദുറഹ്മാൻ മങ്കട സാഹിബ് അവിടെ എത്തിയപ്പോ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച ആയത്തിനെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനുമില്ല, അതേപോലെ തന്നെ തെളിയിക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ ഈ ആയത്തുകൾ 5-6 ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനിച്ച ആയത്തുകളെ കുറിച്ച് ചോദിച്ചിട്ട് ഒന്നും പറയാനില്ല. നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും ഒന്ന് പറയുക, അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെ അർത്ഥം വന്നിട്ടുണ്ടെന്നോ എന്തെങ്കിലും ഒന്ന് പറയുക, ഒന്നും നമ്മൾ കണ്ടില്ല. അതിനെക്കുറിച്ച് പൂർണ്ണ മൗനിയായിട്ടാണ് അദ്ദേഹം ഇരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. അബ്ദുറഹ്മാൻ സലഫി കഴിഞ്ഞ പത്തപ്രിയം സംവാദത്തിൽ വെച്ച് പഠിപ്പിച്ച കഥയാണ്. എന്താ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ഭ്രാന്തൻ, ആ ഭ്രാന്തനെ എല്ലാവരും കൂടിയിട്ട് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ സെല്ലില് ചങ്ങലക്കെട്ട് അഴികൾക്കുള്ളിലാണ് ആ ഭ്രാന്തൻ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ആ ഭ്രാന്തനെ കാണാൻ ചെന്നപ്പോ ഭ്രാന്തൻ തിരിച്ചു ചോദിച്ചത്രേ, നിങ്ങൾ ഇപ്പോഴും കൂട്ടുന്ന് പുറത്തിറങ്ങിയിട്ടില്ലേ എന്ന്. ഈ കഥ ഞാൻ എന്തിനാ പറഞ്ഞത്? ഫൈസൽ മുജാഹിദുകൾക്ക് നേരെ പറഞ്ഞതാണ് ഈ അബ്ദുറഹ്മാൻ സലഫി. എന്നാൽ എന്താണ്, ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് ക്രൂരമായി ആയത്തുകളെ പിച്ചിച്ചീന്തി പിന്നെ യാതൊരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കൊടുക്കാത്ത, അറിയാത്ത, മനസ്സിലാക്കാത്ത, ചിന്തിക്കുക പോലും ചെയ്യാത്ത അർത്ഥം, ചേകന്നൂരിയൻ വാദം
സിഹിറിന്റെ ആയത്തുകളിൽ കൊടുത്ത് ദുർവ്യാഖ്യാനിച്ച ആളുകൾ ശരിയായ വ്യാഖ്യാനം കൊടുത്ത ഫൈസൽ മുസ്ലിയാരെ പോലുള്ള പണ്ഡിതന്മാരെ തെറിവിളിച്ച് തെറിപ്പാട്ടുകൾ പാടി നിങ്ങളാണ് ദുർവ്യാഖ്യാനം ചെയ്തത് എന്ന് പറഞ്ഞു നടക്കുന്നു. ശരിക്ക് ഭ്രാന്ത് ആർക്കാണ്, ആരാണ് ഉള്ളത് എന്ന് മങ്കട അബ്ദുറഹ്മാൻ മലവി എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഒരുപാട് ഈ സംവാദത്തിൽ നിന്നും പുറത്തു വന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പറയാനുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഫൈസൽ മുസ്ലിയാരും അതേപോലെ തന്നെ മറ്റു മൂസ സലഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു കാത്തിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അവസരമുണ്ടെങ്കിൽ ഇത് എണ്ണി പറയാൻ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. പറയാനുള്ളത് വിഷയങ്ങൾ നമ്മൾ പഠിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഈ സംവാദം ശരിയായൊരു മറുപടിയാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുജാഹിദുകൾ മുവഹിദുകൾ നമ്മൾ ശുദ്ധവായു ശ്വസിക്കും പോലെ അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന പോലെ പഠനം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. പഠിക്കാൻ നമ്മൾ തയ്യാറാകുക, കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എതിരെ വരുന്ന എല്ലാ ഫിത്നകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിത്ന തട്ടിമാറ്റാനും ഇല്ലാതാക്കാനും നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.